ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ലൈഫ് ആൻഡ് ഫാമ. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാനായിട്ട് പോകുന്നത് സ്കിന്ന് ഹെൽത്തി ആയിട്ട് വെക്കാൻ അല്ലെങ്കിൽ സ്കിന്നിൽ നല്ല ഗ്ലോയിങ് ആയിട്ട് ഇരിക്കാനായിട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കും. അതായത് മോയ്സ്ചറൈസർ ഉപയോഗിക്കുന്നുണ്ടായിരിക്കും, സെറംസ്, സൺസ്ക്രീൻ ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും. അതിനോടൊപ്പം തന്നെ ചിലരൊക്കെ ചെയ്യുന്ന ഒരു കാര്യമാണ് ടാബ്ലറ്റ്സ് അല്ലെങ്കിൽ സപ്ലിമെന്റ്സ് കഴിക്കുന്നുണ്ടായിരിക്കും സ്കിന്ന് ഹെൽത്തി ആയിട്ടിരിക്കാനായിട്ട്. ഇങ്ങനെ സപ്ലിമെന്റ്സ് എടുക്കുന്നത് കൊണ്ട് കുഴപ്പം വല്ലതും ഉണ്ടോ, അല്ലെങ്കിൽ സ്കിൻ ഹെൽത്തിന് വേണ്ടി നമുക്ക് കഴിക്കാൻ പറ്റുന്ന സപ്ലിമെന്റ്സ് ഏതൊക്കെയാണ്, അല്ലെങ്കിൽ ഇങ്ങനെ ഗ്ലോയിങ് ആയിട്ട് ഹെൽത്തി ആയിട്ട് നമുക്ക് സ്കിൻ വെക്കാൻ സപ്ലിമെന്റ്സ് കഴിക്കാമോ, അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് സപ്ലിമെന്റ്സിനെ കുറിച്ച് കേൾക്കുന്നുണ്ടായിരിക്കും. ഈ പറയുന്നതൊക്കെ ശരിയാണോ? ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നമുക്ക് സ്കിൻ ഹെൽത്തിന് കഴിക്കാൻ പറ്റുന്ന സപ്ലിമെന്റ്സ് ഏതൊക്കെയാണ് എന്നും ഇന്നത്തെ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ? അതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത്, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ഒട്ടും താമസിക്കാതെ വീഡിയോയിലോട്ട് പോകാം. ഫസ്റ്റ് സപ്ലിമെന്റ് കൊളാജൻ. കൊളാജൻ മിക്കവരും കേട്ടിട്ടുണ്ടായിരിക്കും. ഒരു ആന്റി ഏജിങ് എഫക്റ്റിനൊക്കെ ഒരു സപ്ലിമെന്റ് ചൂസ് ചെയ്യുന്നവർ മിക്കവരും ചൂസ് ചെയ്യുന്ന ഒന്നായിരിക്കും കൊളാജൻ എന്ന് പറയുന്നത്. സോ കൊളാജൻ എന്ന് പറഞ്ഞാൽ ആക്ച്വലി നമ്മുടെ സ്കിന്നിന് മാത്രമല്ല നമ്മുടെ ഹെൽത്തിന് ഒരുപാട് ബെനിഫിറ്റ്സ് തരുന്ന ഒന്നാണ് കൊളാജൻ എന്ന് പറയുന്നത്. സ്കിന്നിന് മെയിൻലി ഇത് നമ്മുടെ സ്കിന്നിന്റെ ഇലാസ്റ്റിസിറ്റി കൂട്ടാനും സ്കിന്നിന്റെ ഹൈഡ്രേഷൻ പവറിനെ കൂട്ടാനും ഹെൽപ്പ് ചെയ്യുന്നതാണ് സ്റ്റഡീസ് പറയുന്നത്. അതുകൊണ്ട് തന്നെ കൊളാജൻ നമുക്ക് ഒരു ആന്റി ഏജിങ്ങിന് വേണ്ടിയൊക്കെ കഴിക്കാവുന്ന ഒരു സപ്ലിമെന്റ് ആണ്. പക്ഷേ കൊളാജൻ കഴിക്കുമ്പോൾ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, കൊളാജൻ കഴിച്ചത് കൊണ്ട് മാത്രം നമ്മുടെ സ്കിന്നിന് ഭയങ്കര ആന്റി ഏജിങ് അല്ലെങ്കിൽ നല്ല ഗ്ലോയിങ് സ്കിന്ന് കിട്ടുമോ എന്ന് ചോദിച്ചാൽ അത് കിട്ടാനുള്ള ചാൻസ് വളരെ കുറവാണ്. കൊളാജൻ നമ്മുടെ സ്കിൻ കെയറിൽ ഒരു പരിധിവരെ ഹെൽപ്പ് ചെയ്യും എന്ന് പറഞ്ഞാൽ ഇത് ഭയങ്കര ഒരു വലിയൊരു ചേഞ്ചസ് ഒന്നും നമ്മുടെ സ്കിന്നിന് ഒരിക്കലും കൊണ്ടുവരാനുള്ള ചാൻസും വളരെ കുറവാണ്. സോ കൊളാജൻ എന്ന് പറഞ്ഞാൽ വളരെ സേഫ് ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു സപ്ലിമെന്റ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒന്ന് ചൂസ് ചെയ്ത് നോക്കണമെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ, ഒരു ആന്റി ഏജിങ് ഒക്കെ മെയിൻ ആയിട്ട് കൺസേൺ ചെയ്യുന്നവർക്ക് ചൂസ് ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു സപ്ലിമെന്റ് ആണ് കൊളാജൻ എന്ന് പറയുന്നത്. സെക്കൻഡ് സപ്ലിമെന്റ് ഒമേഗ 3 ഫാറ്റി ആസിഡ് അല്ലെങ്കിൽ ഫിഷ് ഓയിൽ, മീൻ ഗുളിക എന്നൊക്കെ പറയും. ഇത് നമ്മുടെ സ്കിന്നിന് മാത്രമല്ല നമ്മുടെ ഹെൽത്തിനും ഒരുപാട് ബെനിഫിറ്റ്സ് ഉള്ള ഒരു സപ്ലിമെന്റ് ആണ്. നമ്മുടെ ഹേർട്ടിനെ പ്രൊട്ടക്ട് ചെയ്യാൻ, ബ്രെയിൻ്റെ ഫംഗ്ഷൻ പ്രോപ്പർ ആക്കാൻ, ജോയിന്റ് പെയിൻസിന് ഇതിനൊക്കെ വേണ്ടി നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സപ്ലിമെന്റ് ആണ് ഒമേഗ 3 ഫാറ്റി ആസിഡ്. അതുപോലെ തന്നെ നമുക്ക് സ്കിന്നിനും ഇത് ഒരുപാട് യൂസസ് ഉണ്ട്. ഇത് സ്കിന്നിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉള്ളവർക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സപ്ലിമെന്റ് ആണ് ഒമേഗ 3 ഫാറ്റി ആസിഡ്. അതായത് സ്കിന്നിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻഫെക്ഷൻസോ അല്ലെങ്കിൽ സ്കിന്നിൽ എന്തെങ്കിലും അലർജീസ് ഒക്കെ ഉള്ളവർക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സപ്ലിമെന്റ് ആണ് ഒമേഗ 3 ഫാറ്റി ആസിഡ്. അതായത് എക്ടോപിക് ഡെർമറ്റൈറ്റിസ്, അതുപോലെ തന്നെ സോറിയാസിസ് അല്ലെങ്കിൽ ആക്നി ഇങ്ങനത്തെ കണ്ടീഷനിലൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സപ്ലിമെന്റ് തന്നെയാണ് ഒമേഗ 3 ഫാറ്റി ആസിഡ് എന്ന് പറയുന്നത്. സോ ഈ ഒരു ഒമേഗ 3 ഫാറ്റി ആസിഡ് സ്കിൻ കെയറിൽ അല്ലെങ്കിൽ സ്കിൻ ഹെൽത്തിന് വേണ്ടി കഴിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. ഒമേഗ 3 ഫാറ്റി ആസിഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിന്നിന് എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ, ആക്നി അല്ലെങ്കിൽ സോറിയാസിസ്, ഡെർമറ്റൈറ്റിസ് ഇങ്ങനത്തെയൊക്കെ ഇഷ്യൂസ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഒരു സപ്ലിമെന്റ് നിങ്ങൾക്ക് ചൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒമേഗ 3 ചൂസ് ചെയ്താൽ നിങ്ങളുടെ സ്കിൻ ഇഷ്യൂസിനെ കുറയ്ക്കാനും ഈ ഒരു ഒമേഗ 3 സപ്ലിമെന്റ് ഹെൽപ്പ് ചെയ്യും. പക്ഷേ നമ്മുടെ സ്കിന്ന് നല്ല ഹെൽത്തി ആയിട്ട് അല്ലെങ്കിൽ ഗ്ലോയിങ് ആയിട്ട് ആന്റി ഏജിങ് ഒക്കെ ആയിട്ട് ഇരിക്കാനായിട്ടാണ് നിങ്ങളൊരു സപ്ലിമെന്റ് ചൂസ് ചെയ്യുന്നതെങ്കിൽ ഒമേഗ 3 ചൂസ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ആവശ്യമില്ലെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഒമേഗ 3 നമ്മുടെ ഹെൽത്തിന് ഒരുപാട് ബെനിഫിറ്റ്സ് തരും. ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ട് ഓവറോൾ ഹെൽത്തിന് ഒരുപാട് ബെനിഫിറ്റ്സ് ഉള്ള ഒരു സപ്ലിമെന്റ് ആണ് ഒമേഗ 3. പക്ഷേ നമ്മുടെ സ്കിന്നിന് മാത്രമായിട്ട് നമ്മൾ ഒരു സപ്ലിമെന്റ് ചൂസ് ചെയ്യുമ്പോൾ അത് ഒമേഗ 3 ചൂസ് ചെയ്യുന്നത് കൊണ്ട് കാര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലാന്നേ എനിക്ക് തോന്നിയിട്ടുള്ളൂ. മൂന്നാമത്തെ സപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സപ്ലിമെന്റ് തന്നെയാണ്, പല വീഡിയോസിലും ഞാൻ പറഞ്ഞിട്ടുമുണ്ട്, വൈറ്റമിൻ സി എന്ന് പറയുന്നത് അല്ലെങ്കിൽ അസ്കോർബിക് ആസിഡ് എന്ന് പറയുന്നത്. വൈറ്റമിൻ സി എന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് സ്കിൻ കെയറിലൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്ന ഒന്നാണ്. അതായത് വൈറ്റമിൻ സി ക്രീംസും സെറംസും ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും. ആക്ച്വലി വൈറ്റമിൻ സി നമ്മൾ കഴിക്കുന്നത് കൊണ്ട് കുഴപ്പമുണ്ടോ, വൈറ്റമിൻ സി സപ്ലിമെന്റ്സ് കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ? വൈറ്റമിൻ സി എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിന്നിലെ കൊളാജന്റെ പ്രൊഡക്ഷൻ ബൂസ്റ്റ് ചെയ്യാനും സ്കിന്നിൽ ഒരു ആന്റി ഏജിങ് എഫക്റ്റിന് വേണ്ടി, അതായത് വ്രിങ്കിൾസ്, ഏജിങ് സൈൻസിനെയൊക്കെ കുറയ്ക്കാനും സൺ ഡാമേജിനും പ്രിവെന്റ് ചെയ്യാനും ഒക്കെ വൈറ്റമിൻ സി ഹെൽപ്പ് ചെയ്യും. സോ വൈറ്റമിൻ സി കഴിക്കുന്നത് കൊണ്ട് കുഴപ്പമുണ്ടോ എന്ന് വെച്ചാൽ ആക്ച്വലി നിങ്ങളുടെ ഡയറ്റിൽ നിങ്ങൾ കഴിക്കുന്ന ഫുഡിൽ വൈറ്റമിൻ സി അടങ്ങിയിരിക്കുന്ന ഫുഡ് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ നിങ്ങൾക്ക് വൈറ്റമിൻ സി സപ്ലിമെന്റ്സ് കഴിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. അതായത് വൈറ്റമിൻ സി എന്ന് പറഞ്ഞാൽ ഒരുപാട് ഡോസസിൽ അവൈലബിൾ ആണ്. ഒരുപാട് ഹയർ ഡോസ് ചൂസ് ചെയ്യാതിരുന്നാൽ ഡെയിലി ബേസിസിൽ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു വൈറ്റമിൻ ആണ് വൈറ്റമിൻ സി എന്ന് പറയുന്നത്. മാക്സിമം ഒരു 1000 mg ഡോസ് ചൂസ് ചെയ്യേണ്ട ആവശ്യമേ ഉള്ളൂ. വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും നിങ്ങൾക്ക് ഇല്ല എങ്കിൽ, സോ അങ്ങനെയാണെങ്കിൽ ഡെയിലി ബേസിസിൽ നമുക്ക് വൈറ്റമിൻ സി കഴിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. ഇനി നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഇഷ്യൂസോ വേറെ എന്തെങ്കിലും ഡിസീസോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തിട്ട് കഴിക്കുന്നതായിരിക്കും നല്ലത്. സോ വൈറ്റമിൻ സി നമ്മുടെ സ്കിൻ കെയറിൽ ഒരുപാട് യൂസസ് ഉള്ള ഒന്ന് തന്നെയാണ് വൈറ്റമിൻ സി അല്ലെങ്കിൽ അസ്കോർബിക് ആസിഡ് എന്ന് പറയുന്നത്. നാലാമത്തെ സപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ ബയോട്ടിൻ. ബയോട്ടിൻ എന്ന് പറഞ്ഞാൽ മിക്കവരും കേട്ടിട്ടുണ്ടായിരിക്കും, നമ്മുടെ സ്കിന്നിനും ഹെയറിനും നെയിൽസിനും ഒക്കെ ഒരുപാട് ബെനിഫിറ്റ്സ് തരുന്ന ഒരു സപ്ലിമെന്റ് ആണ് ബയോട്ടിൻ.
ആക്ച്വലി ബയോട്ടിൻ കഴിച്ചാൽ നമ്മുടെ സ്കിൻ ഹെൽത്തിന് അല്ലെങ്കിൽ സ്കിന്ന് നല്ല ഗ്ലോയിങ് ആയിട്ട് ഹെൽത്തി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് പറ്റും. ആക്ച്വലി ബയോട്ടിൻ സപ്ലിമെന്റ്സ് കഴിക്കുന്നത് കൊണ്ട് പ്രശ്നമൊന്നുമില്ല. പക്ഷേ നിങ്ങൾക്ക് ബയോട്ടിൻ ഡെഫിഷ്യൻസി ആണ് എങ്കിൽ നിങ്ങൾക്ക് ബയോട്ടിൻ സപ്ലിമെന്റ്സ് കഴിച്ചാൽ ഈ ഒരു ബെനിഫിറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് കിട്ടും. അതായത് നമുക്കിപ്പോൾ സ്കിന്നിനും പല ഇഷ്യൂസ് വരുന്നത് പല വൈറ്റമിൻസിന്റെയും മിനറൽസിന്റെയും ഒക്കെ കുറവ് കൊണ്ട് വരാറുണ്ട്. ഹെയർ ഫോൾ ആയാലും പല റീസൺസ് കൊണ്ട് ഹെയർ ഫോൾ ഉണ്ടാവാറുണ്ട്. സോ ഇതിനൊക്കെ ബയോട്ടിൻ ഡെഫിഷ്യൻസി കാരണം ഉണ്ടാകുന്ന സ്കിൻ ഇഷ്യൂസ് ആണ്, അല്ലെങ്കിൽ ബയോട്ടിൻ ഡെഫിഷ്യൻസി കാരണം ഉണ്ടാകുന്ന ഹെയർ ഫോൾ ആണ് എങ്കിൽ നിങ്ങൾ ബയോട്ടിൻ കഴിച്ചാൽ നിങ്ങൾക്ക് അതിന്റെ റിസൾട്ട് കിട്ടും. പക്ഷേ ബയോട്ടിൻ ഡെഫിഷ്യൻസി കൊണ്ട് ഉള്ളതല്ല എങ്കിൽ നിങ്ങൾ ബയോട്ടിൻ കഴിച്ചാൽ അതിന്റെ റിസൾട്ട് കിട്ടാനുള്ള ചാൻസ് വളരെ കുറവാണ്. പിന്നെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ബയോട്ടിൻ ഡെഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ വളരെ റെയർ ആയിട്ട് കാണുന്ന ഒന്നാണ്. അതായത് നമ്മൾ കഴിക്കുന്ന മിക്ക ഫുഡ്സിലും ബയോട്ടിൻ ഉള്ളതാണ്. മെയിൻലി എഗ്ഗ്, ഓട്സ് ഇങ്ങനെയുള്ള ഐറ്റംസിലൊക്കെ ബയോട്ടിൻ ഉണ്ട്. അതിനോടൊപ്പം തന്നെ നമ്മുടെ ബോഡിയിലും ബയോട്ടിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. മെയിൻലി നമ്മുടെ ഇൻഡസ്ട്രിയിലുള്ള ബാക്ടീരിയാസും ബയോട്ടിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ബയോട്ടിൻ ഡെഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ വളരെ റെയർ ആയിട്ടുള്ള ഒന്നാണ്. സോ ബയോട്ടിൻ ഡെഫിഷ്യൻസി കൊണ്ടുള്ള നിങ്ങളുടെ സ്കിൻ ഇഷ്യൂസ് ആണ് എങ്കിൽ ബയോട്ടിൻ കഴിക്കുന്നത് കൊണ്ട് അത് മാറാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ ബയോട്ടിൻ ഡെഫിഷ്യൻസി അല്ല അതിന്റെ റീസൺ എങ്കിൽ ബയോട്ടിൻ കഴിച്ചിട്ടും വലിയ റിസൾട്ട് ഒന്നും കിട്ടാനുള്ള ചാൻസ് വളരെ കുറവാണ്. അഞ്ചാമത്തെ സപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ മിക്കവരും കഴിക്കുന്നതായിരിക്കും മൾട്ടി വൈറ്റമിൻസ് എന്ന് പറയുന്നത്. മൾട്ടി വൈറ്റമിൻസ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഒരുപാട് വൈറ്റമിൻസും മിനറൽസും അതുപോലെ തന്നെ മറ്റു പല ഇൻഗ്രീഡിയൻസും അടങ്ങിയിരിക്കുന്ന ടാബ്ലറ്റ്സ് ആയിരിക്കും. സോ ഈ ഒരു മൾട്ടി വൈറ്റമിൻസ് കഴിക്കുന്നതുകൊണ്ട് നമ്മുടെ സ്കിൻ കെയറിങ് അല്ലെങ്കിൽ സ്കിൻ ഹെൽത്തിന് എന്തെങ്കിലും ബെനിഫിറ്റ്സ് കിട്ടുമോ? ആക്ച്വലി മൾട്ടി വൈറ്റമിൻസ് കഴിക്കുന്നതുകൊണ്ട് നമ്മുടെ സ്കിൻ ഹെൽത്ത് അല്ലെങ്കിൽ സ്കിന്നിന്റെ ഡൾനെസ് കുറയ്ക്കാനും പിഗ്മെന്റേഷൻ കുറയ്ക്കാനും ഡ്രൈനെസ് കുറയ്ക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുമെന്ന് സ്റ്റഡീസ് പറയുന്നുണ്ട്. ഇതെന്താന്ന് വെച്ചാൽ കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ളവർ മെയിൻലി ഒരു 35 എബോ ഒക്കെ ഉള്ളവർക്ക് ഒരു മൾട്ടി വൈറ്റമിൻ നിങ്ങൾ ചൂസ് ചെയ്യുകയാണെങ്കിൽ ആക്ച്വലി ഒരു 35 എബോ അല്ലെങ്കിൽ കുറച്ചുകൂടി ഏജ്ഡ് ആകുമ്പോൾ നമ്മുടെ സ്കിന്നിന് ഒരുപാട് ചേഞ്ചസ് ഉണ്ടാവും. നമ്മുടെ സ്കിന്നിൽ അല്ലെങ്കിൽ നമ്മുടെ ബോഡിയിൽ ഒരുപാട് വൈറ്റമിൻസിനെയും മിനറൽസിനെയും കുറവുണ്ടായേക്കാം. സോ ഇങ്ങനത്തെ കുറവ് കാരണം നമ്മുടെ സ്കിന്നിന് ഒരുപാട് ചേഞ്ചസ് ഉണ്ടാവാം, സ്കിന്നിന്റെ ഹെൽത്തിന് വ്യത്യാസം ഉണ്ടാവാം, സ്കിന്നിന് ഡ്രൈനെസ് ഫീൽ ചെയ്യാം. സോ ഈ ഒരു കണ്ടീഷനിലൊക്കെ ഒരു മൾട്ടി വൈറ്റമിൻ എടുക്കുകയാണെങ്കിൽ ഇങ്ങനത്തെ പ്രോബ്ലംസ് ഒക്കെ കുറയ്ക്കാൻ പറ്റുമെന്ന് സ്റ്റഡീസ് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ളവരാണ്, നിങ്ങൾ ഫുഡിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഡയറ്റ് പ്രോപ്പർ അല്ല, ഇങ്ങനത്തെ കണ്ടീഷനിലൊക്കെ നിങ്ങൾക്ക് സ്കിൻ ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവുന്നുണ്ട്, അല്ലെങ്കിൽ സ്കിന്നിന്റെ ഹെൽത്തിന് വേണ്ടി നിങ്ങൾക്ക് ഒരു സപ്ലിമെന്റ് ചൂസ് ചെയ്യണമെന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഒരു മൾട്ടി വൈറ്റമിൻ ചൂസ് ചെയ്യുന്നത് കൊണ്ടും കുഴപ്പമില്ല. കാരണം കുറച്ച് ഏജ്ഡ് ആവുന്നതോറും നമുക്ക് ചിലപ്പോൾ പല വൈറ്റമിൻസിന്റെ ഡെഫിഷ്യൻസി നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവാം. സോ അതുകൊണ്ട് തന്നെ നമുക്ക് സ്കിൻ ഇഷ്യൂസും ഹെയർ ഇഷ്യൂസും ഒക്കെ ഒരുപാട് ഉണ്ടാവാനുള്ള ചാൻസസും വളരെ കൂടുതലാണ്. സോ ആ ഒരു കണ്ടീഷനിലൊക്കെ ഒരു മൾട്ടി വൈറ്റമിൻ ചൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ആറാമത്തെ സപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ പ്രോബയോട്ടിക്സ്. പ്രോബയോട്ടിക്സ് മിക്കവരും കേട്ടിട്ടുണ്ടായിരിക്കും. നമ്മുടെ ഗട്ട് ഹെൽത്തിന് വേണ്ടിയുള്ള ഒന്നാണ് പ്രോബയോട്ടിക്സ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഇൻഡസ്ട്രിയിലൊക്കെ നല്ല ബാക്ടീരിയാസ് ഉണ്ട്. ഈ ഒരു ബാക്ടീരിയാസിനൊക്കെ ഇംബാലൻസ് ഉണ്ടാകുന്ന കണ്ടീഷനിൽ നമ്മുടെ ഹെൽത്തിനെ മാത്രമല്ല അത് എഫക്ട് ചെയ്യുന്നത്, നമ്മുടെ സ്കിന്നിനെ എഫക്ട് ചെയ്യും. സ്കിന്നിൽ മെയിൻ ആയിട്ടും ആക്നീസ് അതുപോലെ തന്നെ സ്കിന്നിൽ റൊസേഷ്യ പോലത്തെ കണ്ടീഷൻസ് ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. സോ ഈ ഒരു കണ്ടീഷനിലൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു സപ്ലിമെന്റ് ആണ് പ്രോബയോട്ടിക്സ് എന്ന് പറയുന്നത്. സോ ഈ ഒരു സപ്ലിമെന്റ് കഴിച്ചത് കൊണ്ട് മാത്രം നമ്മുടെ ഗട്ട് ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും ഇല്ല കേട്ടോ. ഇതിനോടൊപ്പം തന്നെ നമ്മുടെ ലൈഫ് സ്റ്റൈല്, ഡയറ്റ്, സ്ലീപ്പ്, സ്ട്രെസ് ഇതെല്ലാം തന്നെ ഇതിനെ എഫക്ട് ചെയ്യും. സോ ഇത് എല്ലാം തന്നെ പ്രോപ്പർ ആയാൽ മാത്രമേ നമ്മുടെ ഗട്ട് ഹെൽത്ത് ആയാലും നമ്മുടെ സ്കിൻ ആയാലും ഹെൽത്തി ആയിട്ട് വെക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഈ സ്കിൻ കെയറിൽ പ്രോബയോട്ടിക്സ് കഴിക്കുന്നത് കൊണ്ട് കുഴപ്പമുണ്ടോ? ആക്ച്വലി നിങ്ങൾക്ക് ഇങ്ങനത്തെ സ്കിൻ ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ പ്രോബയോട്ടിക്സ് നിങ്ങൾക്ക് കഴിച്ച് റിസൾട്ട് ഉണ്ടെങ്കിൽ പ്രോബയോട്ടിക്സ് കഴിക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ നമുക്ക് സ്കിന്നിൽ ഒരു ടൈപ്പിലുള്ള ഇഷ്യൂസും ഇല്ല, സ്കിന്നിന്റെ ഹെൽത്തിന് വേണ്ടിയാണ് നമ്മൾ പ്രോബയോട്ടിക്സ് എടുക്കുന്നതെങ്കിൽ പ്രോബയോട്ടിക്സ് ചൂസ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം പ്രോബയോട്ടിക്സ് എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ കണ്ടീഷൻ വല്ലതും ഉണ്ടെങ്കിൽ അത് കുറയ്ക്കാനായിട്ട് പ്രോബയോട്ടിക്സ് ഹെൽപ്പ് ചെയ്യും. പക്ഷെ ഒരു ഇഷ്യൂസും ഇല്ല എങ്കിൽ ഇത് കഴിക്കേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഗ്യാസ്ട്രോ ഇൻറ്റെസ്റ്റിനൽ പ്രോബ്ലംസോ അല്ലെങ്കിൽ ഇമ്മ്യൂണിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രം ഇങ്ങനെയുള്ള സപ്ലിമെന്റ്സ് കഴിക്കുന്നതായിരിക്കും നല്ലത്. സോ ഇത്രയും സപ്ലിമെന്റ്സ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തത്. സോ സപ്ലിമെന്റ്സ് കഴിക്കുന്നതുകൊണ്ട് നമ്മുടെ സ്കിന്നിന് എന്തെങ്കിലും ബെനിഫിറ്റ്സ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ആക്ച്വലി നമ്മുടെ സ്കിന്നിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ട്, എന്തെങ്കിലും പ്രോബ്ലംസ് ഉള്ള സമയങ്ങളിൽ ഈ ഒരു സപ്ലിമെന്റ്സ് കഴിക്കുകയാണെങ്കിൽ അത് കൺട്രോൾ ചെയ്ത് അത് പെട്ടെന്ന് മാറ്റാനായിട്ട് ഈ ഒരു സപ്ലിമെന്റ്സ് ഹെൽപ്പ് ചെയ്യും. സോ സപ്ലിമെന്റ്സ് മാത്രം കഴിച്ചുകൊണ്ട് നമ്മുടെ സ്കിൻ ഹെൽത്തി ആയിട്ട് ഗ്ലോയിങ് ആയിട്ട് ഇരിക്കുമെന്ന് ചോദിച്ചാൽ ഒരിക്കലും ഇല്ല. സപ്ലിമെന്റ്സ് കഴിക്കുന്നതോടൊപ്പം തന്നെ എപ്പോഴും നമ്മുടെ സ്കിന്ന് ഹൈഡ്രേറ്റഡ് ആയിട്ട് വെക്കാനായിട്ട് നോക്കുക. നന്നായിട്ട് ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് ഒക്കെ കഴിക്കുക. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫാറ്റ്സ്, പ്രോട്ടീൻസ് ഒക്കെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുക. അതുപോലെ തന്നെ ഷുഗർ, പ്രോസസ്ഡ് ഫുഡ്സ് ഒക്കെ കുറയ്ക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. സോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയി ഇങ്ങനത്തെയൊക്കെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണ്, നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത്, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.